ഹലോ, എല്ലാവർക്കും നമസ്കാരം. ചെറിയ നത്തോലിയും ചീരയും കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ ഡിഷാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. ചീര പോലുള്ള ഇലക്കറികൾ ഇഷ്ടമാവുന്ന എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ റെസിപ്പി കാണാം. ആദ്യം തന്നെ നമുക്ക് മീൻപീരയിലേക്ക് വേണ്ട കുറച്ച് ചേരുവകളൊന്ന് ചതച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് ഇതിലേക്ക് ഒരു മുറി ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 10 അല്ലി ചെറിയുള്ളിയും ചെറിയൊരു കുടം വെളുത്തുള്ളിയും കൂടി ചേർക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമുക്ക് 2 ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം. ചീര ചേർക്കുന്നത് കൊണ്ടാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് ചേർത്തിട്ടുള്ളത്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടുതൽ ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള കാന്താരി മുളക് ചേർത്ത് കൊടുക്കാം. ഒരു സ്പെഷ്യൽ ടേസ്റ്റിനാണ് കാന്താരി മുളക് ചേർത്തിട്ടുള്ളത്. സാധാ മുളകാണെങ്കിൽ ഒരു 7-8 എണ്ണം വരെ ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കറിക്ക് ഒരു ഗോൾഡൻ യെല്ലോ കളർ കിട്ടാനായിട്ട് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി വെള്ളം ചേർക്കാതെ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മീൻപീര തയ്യാറാക്കാനായി തുടങ്ങാം. അതിനായിട്ട് 1 കിലോ നത്തോലി നന്നായി ക്ലീൻ ചെയ്ത് വേസ്റ്റ് എല്ലാം മാറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വേസ്റ്റ് എല്ലാം മാറ്റിയതിന് ശേഷം ഏകദേശം 800 ഗ്രാമോളം ഉണ്ടാവും. ഇതിലേക്ക് നമുക്ക് മിക്സിയിൽ ചതച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഈ ചേരുവകൾ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ മീൻപീരയ്ക്ക് പുളി കിട്ടാനായിട്ട് 4 കഷ്ണം കുടം പുളി ഒരു 1/4 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ നിന്ന് കുതിർത്ത് വെച്ച ശേഷം പുളി വെള്ളത്തോടുകൂടി തന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 1 ടീസ്പൂൺ ഉപ്പും 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഇതൊന്ന് വേവിച്ചെടുക്കണം. ചെറിയ മീനായതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇതൊന്ന് വെന്ത് കിട്ടിക്കോളും. എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ 4-5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. മീൻ വേവാൻ വെച്ചിട്ട് 3 മിനിറ്റ് ആയിട്ടുണ്ട്. മീൻ ഏകദേശം ഒരു 1/4 ഭാഗത്തോളം വേവായിട്ടുണ്ടാവും. ഈ സമയത്ത് മൂടി തുറന്ന് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ച ചീര ചേർത്ത് കൊടുക്കാം. ചീര നമുക്ക് ഇഷ്ടമുള്ള അളവിൽ ചേർത്ത് കൊടുക്കാം. ചീര ഇതിലേക്ക് ചേർത്ത ശേഷം ഇതുപോലെ ഒന്ന് നിരത്തി അമർത്തി വെച്ച ശേഷം ചീരയൊന്ന് വെന്ത് കിട്ടാനായി മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ 2-3 മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കാം. വീണ്ടും ഒരു 3 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ചേർത്ത ചീരയെല്ലാം ഏകദേശം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് മൂടി തുറന്ന് ചീരയെല്ലാം മീനിലേക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മീൻ അധികം പൊടിഞ്ഞു പോകാത്ത വിധത്തിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം അധികമുള്ള വെള്ളമെല്ലാം ഒന്ന് വറ്റി എല്ലാം ഒന്ന് വെന്ത് പാകമായി കിട്ടാനായിട്ട് 1-2 മിനിറ്റ് കൂടി തുറന്ന് വെച്ച് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഏകദേശം 2 മിനിറ്റ് കൂടി തുറന്ന് വെച്ച് വേവിച്ച് നമ്മുടെ ചീരയും മീനും എല്ലാം വെന്ത് പാകമായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്തിട്ട് വെളിച്ചെണ്ണ മീനിൻ്റെ എല്ലായിടത്തേക്കും ഒരേപോലെ അകത്തക്ക വിധത്തിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ചീരയില ചേർത്ത് കറി ആയതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് കറിവേപ്പില ചേർക്കുന്നില്ല. കറിവേപ്പില നിർബന്ധമുള്ളവർക്ക് ഈ സമയം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ നത്തോലിയും ചീരയും കൊണ്ടുള്ള സ്പെഷ്യൽ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മൺചട്ടി ആയതുകൊണ്ട് കുറച്ച് കഴിയുമ്പോഴേക്കും കറി നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരും. അതുകൊണ്ട് ഇത് ഇതുപോലെ തന്നെ മൂടി വെച്ച് പുളിയെല്ലാം മീനിലേക്ക് നന്നായി പിടിച്ച് കറി ഒന്ന് സെറ്റ് ആയതിനു ശേഷം സെർവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ചീര ചേർത്ത് തയ്യാറാക്കിയ ഈ ഒരു റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത്. മറ്റു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. താങ്ക്